അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട തിരുവല്ലയിൽ നിന്ന് പാലക്കാടേക്ക് എത്തിച്ചേർന്നു. പാലക്കാട് എത്തിക്കൊണ്ടിരിക്കുന്ന യാത്രയുടെ ഒരു വീഡിയോ ഒക്കെ ഞാൻ 1-2-3 വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. രാവിലെ വെളുപ്പിന് ഞങ്ങൾ അവിടുന്ന് ഒരു 4:30 മണിക്ക് എഴുന്നേറ്റെങ്കിലും ഒരു 5-5:30 അവിടുന്ന് തിരിക്കാൻ. ഡ്രൈവർ വന്നപ്പോഴത്തേക്ക് 5:30 മണിയായി. ഞങ്ങൾ 5 മണിക്ക് റെഡിയായി നിന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് എന്തൊക്കെയോ മോള് തന്നു വിട്ടിട്ടുണ്ട്. അന്ന് ഞാൻ നോക്കിയില്ല. ഞങ്ങളൊരു 12:30 ആയപ്പോൾ ഇവിടെ എത്തിച്ചേർന്നു. എന്തൊക്കെയാണ് അവർ തന്നു വിട്ടിരിക്കുന്നത് ഞാൻ നോക്കട്ടെ. മോള് കുറേ സാധനങ്ങൾ തന്നു വിട്ടിട്ടുണ്ട്. അതിനകത്ത് കപ്പയുണ്ട്, പിന്നെ പഴങ്ങളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചേന, ഇതെല്ലാം ഇന്നലെ തന്നെ വിഴുത് വെച്ചിരുന്നു. അതൊക്കെ ഒരു ചാക്ക് നിറയാക്കി തന്നു മോള്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഇതെന്താന്നോ, ഇതാ ആപ്രിക്കോട്ട്. ഇതിൻ്റെ പേര് ഞാൻ മറന്നു. ഇതിൻ്റെ പേരെന്താ നിങ്ങൾ പറ, ഞാൻ മറന്നു കേട്ടോ. ഇതൊക്കെ മോൻ കൊണ്ടുവന്നാണ്. പിന്നെ എന്താ നട്ട്സ്, ഇതാ ഇതെല്ലാം മോൾ തന്നു വിട്ടു. ഞാനൊന്നും അറിഞ്ഞ തന്നെ ഇല്ല. പാക്ക് ചെയ്തെല്ലാം അവൾ ഇന്നലെ വെച്ചിരുന്നു. പിന്നെ ഇതാ ഡേറ്റ്സ്, എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ബദാം, ഇതെല്ലാം മോള് തന്നു വിട്ടിരുന്നു. എല്ലാം ഇറക്കി വെക്കുന്നേ ഉള്ളൂ. ഇതാ അച്ചാർ, മീനച്ചാർ, ഇയാൻസ് ഹോം മെയ്ഡ് കേര ഫിഷിൻ്റെ അച്ചാർ. പിന്നെ അച്ഛനെ ഈ കാപ്പിപ്പൊടി, തിരുവല്ലയിൽ ഈ കാപ്പിപ്പൊടി ഒത്തിരി ഇഷ്ടമാണ്. വനിതാ കോഫി പൗഡർ എന്ന് പറയും. ഇതെല്ലാം മോളിങ്ങനെ ഒന്നും എടുത്തു വെച്ചതുപോലെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. വെളുപ്പാങ്കാലത്ത് എല്ലാം കാറിൽ കൊണ്ട് കയറ്റിയപ്പോഴാണ്, കൊണ്ടുവയ്ക്കുമ്പോഴാണ് അറിഞ്ഞത്. ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ എടുത്തു നോക്കുന്നത്. അമ്മ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് രജനി എല്ലാം ആക്കി വെച്ചിരുന്നു. രജനിയോട് പറഞ്ഞു ഇന്ന് വരുമെന്ന്. കുറേ ദിവസമായിട്ട് രജനി ലീവായിരുന്നല്ലോ. അപ്പോൾ രജനി എല്ലാം ആക്കി വെച്ചിരുന്നു. വാ, ബദാമും നട്ട്സും ഒക്കെ ഒറ്റ വായി തന്നെ കഴിക്കട്ടെ. ഇനി രജനി എന്തൊക്കെ ഉണ്ടാക്കി വെച്ചു നമുക്ക് നോക്കാം. നോക്കൂ, ചോറ് എടുക്കട്ടെ. അവിടെ എല്ലാം വെച്ച് വെച്ചിരുന്നു. അവൾ ഇന്നലെ വന്ന് വീടൊക്കെ അടിച്ചു കുറച്ച് ഇട്ടിട്ട് പോയി. ഒന്ന് ചോറ്, മോര് കറി, പിന്നെ എന്തൊക്കെയോ ഒരു കൂട്ടാൻ. ഇത് കൂട്ടാനൊന്നും അവളോട് ഞാൻ ചോദിച്ചില്ല. ഞാൻ ഏതായാലും എല്ലാം ഒഴിക്കട്ടെ. എല്ലാം നല്ല സൂപ്പർ അടിപൊളിയായിരുന്നു. ഒന്നും അറിയില്ല. ഒക്കെ അവൾ ചെയ്ത് വെച്ചിരുന്നു. താങ്ക് യു രജനി, താങ്ക് യു സോ മച്ച്. പിന്നെ മീനച്ചാറൊന്നും എടുത്തില്ല. ചമ്മന്തിയുണ്ട്. ചമ്മന്തി അധികം വിഭവങ്ങളൊന്നും ഇന്ന് ഉണ്ടാക്കണ്ട രജനി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാലും അവൾ എന്തൊക്കെയൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ നോക്കട്ടെ എന്തൊക്കെയാണ്. പിന്നെ പയർ മെഴുക്കുവരട്ടി. പയറിനകത്ത് അല്പം വെളിച്ചെണ്ണ കൂടിയോ സംശയമുണ്ട് രജനിയെ. അപ്പോൾ ഇതെല്ലാം കൂട്ടി ചോറിനിട്ട് ഇതാ
മീനച്ചാർ ഞാൻ നിങ്ങളെ കാണിച്ചില്ല, അത് എടുത്തില്ല. നാരങ്ങ അച്ചാർ എടുക്കട്ടെ. എന്താ മോരിരിപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ പപ്പടവും കാച്ചില്ല. അതിന് പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്. ഒരു പപ്പടം മതി. എല്ലാം കൂടെ ആയപ്പോൾ വിഭവ സമൃദ്ധമായി. അങ്ങനെയുണ്ട് ഊണ്? നിങ്ങൾക്ക് ഇഷ്ടമായി ഊണ്? ഇഷ്ടമായി എല്ലാവരും ഊണ് കഴിക്കാൻ വരണേ. കുറേ ദിവസമായില്ലേ ടീച്ചറോടൊത്ത് നിങ്ങൾ ഊണ് കഴിച്ചിട്ട്? എല്ലാവരും ഊണ് കഴിക്കാൻ വായോ, നമുക്ക് കഴിക്കാം. ഓക്കെ.